ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിൻസി, ഇന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ടിപ്സേ ഉള്ളൂ. നമ്മൾ 186-ലും 482-ലും ഒക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ജസ്റ്റ് 2 ടിപ്സ് പറയുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാനിവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വെള്ളം കയറിയില്ലേ നല്ലതായിട്ട്? നമ്മൾ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ല, അതുകൊണ്ട് നടന്ന് അപ്പുറത്തെത്താന്നേ ഉള്ളായിരുന്നു. ഇപ്പൊ നല്ല ഒഴുക്കും എല്ലാം ഭയങ്കര വെള്ളത്തിന്റെ ഫിഷിങ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അന്ന് വന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്ന് മീനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടുക്കൂടെ നടന്ന്. ഇപ്പൊ ഇത് നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെള്ളമായി. പിന്നെ സമ്മർ എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും എൻജോയ് ചെയ്യുന്നുണ്ട്. പറ വിശേഷങ്ങൾ. അതെ, ഓസ്ട്രേലിയയില് വേറൊരു വിശേഷമാണ് നമുക്ക് നല്ലൊരു പ്രകൃതി. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഓസ്ട്രേലിയ ഇഷ്ടപ്പെടും. കാരണം എന്താ പറയുന്നത്, അടുത്തടുത്തായിട്ട് പാർക്കുകളും അടുത്തടുത്തായിട്ട് പുഴകളും. മിക്ക പുഴകളും ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷെ ഈ പുഴയിൽ നമുക്ക് ഇറങ്ങാം. വേറെ സംഭവം ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചിരുന്നില്ലെങ്കിലേ മറ്റേ സാധനമുണ്ട്, എഴുന്നെല്ലാം വരുന്നത്. ഈ സമ്മർ ടൈം ആയതുകൊണ്ട് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു. എനിക്ക് അവനെ മാത്രമേ ഉള്ളൂ പേടി. നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷേ ഞാൻ ഏത് സമയം പ്രതീക്ഷിക്കുന്നു ഇവിടെ വല്ലതും ഉണ്ടെങ്കിലോ. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ പാർക്കിൽ ഓരോരുത്തരും നടക്കാൻ പോയിട്ടേ ഇങ്ങനെ ഫോട്ടോ ഇടുന്ന സൈഡിലൊക്കെ ഇങ്ങനെ കാണാം. എനിക്കത് മാത്രമുള്ളൊരു ഇത്, ബാക്കിയെല്ലാം അടിപൊളിയാണ്. വിശേഷം ഇപ്പം യു കെയിലൊക്കെ ഇപ്പം ഭയങ്കര തണുപ്പിൻ്റെ സമയം, മഞ്ഞും കാര്യങ്ങളുമാണ്. ഇവിടെ ഭയങ്കര ക്രിസ്മസിൻ്റെ സമയമാണെങ്കിലും വെയിലാണ്. എല്ലായിടത്തും നമ്മുടെ യു കെയിലും ഇതൊക്കെ ഉണ്ട്. യു കെയിലും നേച്ചറുണ്ട്, പക്ഷേ യു കെയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ വർക്ക് പ്രഷറും കാരണം ആസ്വദിക്കാൻ ഒത്തിരി കാര്യങ്ങൾ യു കെയിലുണ്ട്. മോർ ബ്യൂട്ടിഫുൾ യു കെ ആണ്. എന്നാലും ഓസ്ട്രേലിയയിലെ പ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് പുറത്തിറങ്ങി കാണാനുള്ള ഒരു ഔട്ട്ഡോർ ലൈഫ് ഉണ്ട് പ്രത്യേകത. അതെ. അപ്പൊ ഇന്ന് നമുക്ക് അറിയാവുന്ന വിസ 2 എണ്ണമാണ്, 482 186 വിസ. അതിനെപ്പറ്റി ചില ഡൗട്ടുകളുണ്ട്. ഇപ്പം കമൻറ്റുകൾ തന്നെ വന്നു, ഞാൻ 186 വിസ വന്നിട്ട് അവരുടെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോവാന്ന്, അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? 186 എന്ന് പറയുന്നത് പെർമനന്റ് വിസ ആണല്ലോ. നമ്മൾ പെർമനന്റ് ആയിട്ട് നമുക്കൊരു PR കിട്ടുവാണ്. അതന്നെ ഞാൻ പറയാൻ വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി അവർ വിസയും തന്നു, നമുക്ക് റീലൊക്കേഷൻ അലവൻസും നമുക്ക് വേണ്ടി വിസയൊക്കെ തന്നിട്ടാണ് അവർ നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പം ഫസ്റ്റ് തിങ് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു ചതിയാണ് നമ്മൾ അവരെ വിട്ടിട്ട് പോകുന്നത് തന്നെ. അപ്പം അവർ പറയുന്ന കോൺട്രാക്റ്റിൽ നിൽക്കുക എന്നാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ യുക്തിപരമായും നമ്മുടെ നേരെയുള്ള വഴി, മനസാക്ഷി നേരെയുള്ള വഴി. പക്ഷെ പിന്നെ നമ്മളത് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ ഹാപ്പിയാണ്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വരുന്നവരെ ഒത്തിരി ബാധിക്കും. അപ്പൊ ഇനി വരാനിരിക്കുന്നവർക്ക് അവർക്ക് 186 കൊടുക്കാൻ താല്പര്യം കാണത്തില്ല. കാരണം മെയിൻ ആയിട്ട് ഇവർ 186 കൊടുക്കുന്നത് കുറച്ചും കൂടി റൂറൽ ഏരിയയിലായിരിക്കും. അപ്പൊ റൂറൽ ഏരിയയിൽ ഇതുപോലെ PR വിസയും അവരുടെ കുറെ ആനുകൂല്യങ്ങളും ഒക്കെ കൊട്ടിയിട്ട് നമ്മൾ വന്നിട്ട് ഈവൻ ഇഫ് അവർ അത് അടച്ചിട്ടായിരിക്കും ഇവർ പോകുന്നത്. അടച്ചിട്ട് പോയാൽ തന്നെ അത് അവരവരോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും, നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ വഞ്ചന മാത്രമല്ല, എന്താ പറയുന്നത്, അപ്പോൾ അവർ പിന്നീടുള്ള വരുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ഈ PR വിസ കൊടുക്കണമെന്നില്ല. അവർ വേണമെങ്കിൽ ടെമ്പററി വിസ ആക്കും അത് 482. കാരണം എന്തായാലും ആൾക്കാർ പോവുമല്ലേ, അപ്പോൾ ഇവരെ കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 186 വന്നിട്ട് വേറെ മാറാൻ പറ്റുമായിരിക്കും, എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള റീസൺ. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ വന്നിട്ട് അവിടെ ട്രാപ്പായി പെട്ടുപോയിട്ട് നമുക്ക് ജെന്യൂൻ റീസൺ, അതായത് നമ്മളെ എംപ്ലോയറും കൂടെ അഗ്രി ചെയ്യുന്ന ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് മാറാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരു അലർജി ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് വന്ന് നമ്മുടെ പിള്ളേർക്ക് കൂടുതൽ അലർജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനോ ഒക്കെ ന്യൂലി ഡെവലപ്പായൊക്കെ വന്നിട്ട് ഒരു ജെന്യൂൻ റീസൺ എംപ്ലോയറും കൂടെ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു റീസൺ ആണെങ്കിൽ നമുക്ക് മാറാൻ പറ്റുമായിരിക്കും. അപ്പോൾ PR ഒന്നും നമുക്ക് ബാധിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എംപ്ലോയറോട് നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മൾ മാറി പൈസയൊക്കെ കൊടുത്തിട്ട് ഇവൻ മാറുവാണെങ്കിലും അവർക്കത് ഇമിഗ്രേഷനിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അവർ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള അവകാശവും ഉണ്ട്.
ഓക്കെ. മെയിൻലി അതൊരു PR വിസയാണ്. പക്ഷെ ആരും എംപ്ലോയറെ ചതിക്കാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ പറയാം നമുക്ക് അവിടെ ഇഷ്ടമില്ല, മാറാൻ അവിടെ നിന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഇത് ഫ്യൂച്ചർ വരുന്നവർക്ക് നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ അവർ ഒരിക്കലും 186 വിസ പ്രൊവൈഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ഇപ്പം കുറെ 186ന്റെ ഓപ്ഷൻസ് ഒക്കെ കുറെ കുറഞ്ഞു ഇപ്പം. അതെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് PR എടുത്തിട്ട് വരിക. അപ്പൊ 482 ഒന്നും എന്തായാലും ടെമ്പററി വിസയല്ലേ, അത് നമുക്ക് ടെമ്പററി ആണ്. അതും എംപ്ലോയർ ഓഫർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. 2 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നാളെ ഒരു കമൻറ്റിൽ ചോദിച്ചില്ലേ 482 വരുന്നത് നല്ലതാണോ? പക്ഷേ 482 നമുക്ക് വരുന്നത് ഓക്കെ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു ടെമ്പററി വിസയാണ്. 2 ഇയർ നമ്മൾ എംപ്ലോയറിനെ സോപ്പിട്ട് സുഖിപ്പിച്ച് നിർത്തിയാലേ നമുക്കൊരു 180 ചിലപ്പോൾ കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എംപ്ലോയറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ നമ്മളെതിരെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 186 കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ നല്ല മര്യാദ രാമനായിട്ട് നടന്ന് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അത് പ്ലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നാലും ഉറപ്പൊന്നുമില്ല. അവർ പറയുവാണെങ്കിൽ അവർ കൊടുക്കും. പക്ഷെ ഇതുപോലെ പ്രോബ്ലംസ് ഒന്നും വരാതെ നോക്കണം. അതെ, ഏറ്റവും നല്ലത് നമുക്ക് PR കിട്ടുവാണെങ്കിൽ അതിൽ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ. പിന്നെ വേറെ ബെനിഫിറ്റ്സ് കുറവാണല്ലോ 482-ൽ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ റീസെൻ്റ്ലി ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെൻറ്റിൻ്റെ ഞാനൊരിത് കണ്ടതാണ്. 482-ൽ ചില റൂറൽ ഏരിയാസിൽ സ്കൂളൊക്കെ ഫ്രീ ആകുന്നുണ്ട്. PR പോലെ തന്നെ, PR വിസയിൽ വരുന്ന പോലെ തന്നെ ഇപ്പം 482-നും ചില റൂറൽ ഏരിയസിൽ സ്കൂൾ ഫീസ് ഒന്നും ഇല്ല. മെഡിക്കെയർ ഒന്നും എന്തായാലും കിട്ടത്തില്ല. മെഡിക്കലായിട്ടുള്ള എല്ലാം നമ്മൾ പൈസ കൊടുക്കുക തന്നെ വേണം. പ്രൈവറ്റ് ഇൻഷുറൻസ് എല്ലാം എടുക്കേണ്ടി വരും. നല്ല രസമുണ്ടല്ലേ ഇത്. എനിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ എനിക്ക് ഓർമ്മ വരുന്നറിയോ, ബാംഗ്ലൂർ ഇന്ദിരാ നഗറാണ്. ഇന്ദിരാ നഗർ പണ്ട്, ഇപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റം വന്നു. ഇങ്ങനെ 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളും. നിനക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പറയൂ. എനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുടെയൊക്കെ സൈഡിൽ ഇതുപോലുള്ള മരങ്ങൾ, ആൽമരങ്ങളുള്ള അല്ലേ? അത് ഇത്ര ഭയങ്കര വലിയ മരങ്ങളായതൊക്കെ. കണ്ടോ ഹായ് പറഞ്ഞുണ്ടോ? നമ്മൾ എവിടെ പോയാലും എങ്ങോട്ട് ഇറങ്ങിയാലും ഹായ് ഉണ്ടാവും. ആ ഒരു അപ്പച്ചനും ഇപ്പം ചോദിച്ചില്ലായിരുന്നു നിങ്ങൾ, ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴേ പറയാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമ്പലങ്ങളെ ഓർമ്മ വരും. ഇത് നമ്മുടെ നാട്ടിലെ ആ ചെടിയല്ലേ, ഇത് അരളിച്ചെടി അതുപോലെയല്ലേ? ഇത് അരളിച്ചെടി. അതുപോലെ അതാ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പലങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ എനിക്ക് ഈ കാട് കാണുമ്പോൾ മറ്റേത് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടില്ലേ, പിന്നെ ഞാൻ ഈ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ കിളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ലക്ഷങ്ങൾ വരെയുള്ള കിളികളാണ്. മറ്റേ കൊക്കറ്റും ഒക്കെ ഉണ്ടല്ലോ, അതും ഉണ്ട്. ഈ ടൈപ്പ് ഇത് ഗ്രേ പാരറ്റിൻ്റെ ടൈപ്പിൽ പെട്ടതാണ് കേട്ടോ. അതും ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അതൊരു രസമാണ്. ഇവിടെ എനിക്ക് ആരും അത്ര പിടിച്ചിടുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഉണ്ട്, പെറ്റ് സെന്റേഴ്സിലുണ്ട്. ഇത് ഭയങ്കര കൊക്കറ്റൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇവിടെ വന്നപ്പോഴേ വിചാരിച്ചത് ഏതെങ്കിലും വീട്ടിൽ ഇത് പറന്നു വന്നതായിരിക്കുമെന്ന്. പിന്നെ നോക്കുമ്പോൾ ഇവിടുത്തെ ഇഷ്ടംപോലെ ഉള്ളൊരു സംഭവമാണ് കൊക്കറ്റു. ഏത് ഇതോ? ഇത് കണ്ടിട്ടില്ല? ഇത് നമ്മളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലേ അത് സ്കാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് പാട്ടുമെല്ലാം കേൾക്കണമെങ്കിൽ അങ്ങനെയുള്ള സംഭവമാണ്. അതിപ്പോൾ നേരെ അതിൻ്റെ ആപ്പിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അത് ചെയ്തിട്ട് സോങ്സ് ഒക്കെ പാട്ട് കേൾക്കാൻ വേണ്ടി സംഭവം. അങ്ങനെ എന്തൊക്കെയാ ഞാൻ ചെയ്തിട്ടില്ല. നേച്ചർ മ്യൂസിക്, അതെ, നേച്ചറിൻ്റെ ഇതായിട്ടുള്ള നമ്മൾ ഈ ഒരു എന്താ ഒരു മനസ്സിലൊരു ഇതിനൊക്കെ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ നടക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ. അതെ, അങ്ങനെ മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ ഹാപ്പി ആക്കാം എല്ലാം ഇവിടുത്തെ കൗൺസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇത് കാണുമ്പോ നമുക്ക് ഈ എന്താ പറയുന്നത്, വാഗമണ്ണില്ലേ, എടുത്ത മരങ്ങൾ, പൈൻ മരങ്ങളാ, അതാണ് പൈനാണ് ഇത്, അല്ലല്ലോ. എന്ത് വഴി? പ്രകൃതി ഭംഗിയുണ്ടെങ്കിൽ ഈച്ച ഒരു വില്ലനാണ്. ഈച്ച നമ്മുടെ പുറകെ നടക്കുക, ഒരു രക്ഷയില്ല ഈച്ചല്. തടിയൊക്കെ അന്ന് നമുക്ക് ഇതുവഴി നടക്കാൻ പറ്റുമായിരുന്നു, വെള്ളം കയറി. നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഈ പാർക്കിൽ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചില്ല ഇത് കറുത്ത കാക്കയാണ്, കറുത്ത കാക്കയില് വെള്ള കാക്കയെന്ന് പറഞ്ഞു. അല്ല, ഞാനാദ്യം പറഞ്ഞ കാക്കയെന്നാ വിചാരിച്ചത് നമ്മളടുത്ത് വന്നിരുന്നപ്പോഴേ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഇവിടെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ളൊരു ഇതാണ്, കിളിയാണിത്. നമ്മുടെ പുറകെ വന്ന് ഇത് കൊത്തും, ഭയങ്കര ഇതാണ്. വേണ്ട ഇതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. ഇത് ഭയങ്കര അപകട, ഇത് ഭയങ്കര അഗ്രസീവ് ആണ് ഇത്. അതെ, തലക്ക് കുത്തി കഴിഞ്ഞാൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതല്ലേ, തലയിൽ ഇത് വെച്ചോട്ട് ഇട്ടിക്കൊണ്ട് പോകുന്നത് നല്ല രസമായിരിക്കും. അപ്പൊ എന്തോ ചോദിച്ചു, എന്തോ ജിൻസി പറ്റി ഡ്യൂട്ടിയില്, അല്ല എന്തോ പറ്റി തലയില്? പിന്നെ ഒരു ഡൗട്ട്, ഈ 186 വിസ PR വരുന്നവരൊക്കെ അവരുടെ ഡിപ്പെൻഡന്റിന് ഈ IELTS-ന്റെയോ PTA വല്ല ആവശ്യമുണ്ടോ? തീർച്ചയായും വേണം. അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. ഒന്നുകിൽ അവര് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതണം, അതിന് കുറച്ച് സ്കോർ മതി. നമുക്ക് എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാവുന്നവർക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കണം, ടെസ്റ്റിനും പഠിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അതുമല്ല, ഇത് രണ്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ പൈസ കൊടുത്താലും മതി. 186-ന് ഇത് 186-ന് മാത്രമേ ഉള്ളൂ. 186-ന്റെ കാര്യമാണ് പറഞ്ഞത്. 482-ന് മിക്കതിന് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഇല്ലെന്നല്ല ചിലർ പറയുന്നുണ്ട്, അത് നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. സ്കിൽഡ് അസസ്മെന്റ് ചെയ്തതിന് എന്തോ വേണ്ട, അതിന്റെ ഏതോ ഫ്രണ്ട് ചെയ്തതിന് നമുക്കിവിടെ ലൈസൻസ് വേണ്ടെന്ന് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അല്ല, നിന്റെ ഒരു ഫ്രണ്ട് നേഴ്സ് ആയിരുന്നു, പുള്ളിക്കാരി വന്നത് 482 വിസയാണ്, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്ക് വേണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഉപകാരപ്പെടും. അപ്പോൾ ജിൻസി ഒരു ബൈ പറയുന്നു. ബൈ.